ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രാക്ടിക്കൽ ക്ലാസ് ഹയറിൻ്റെ സെക്കൻഡ് പേപ്പർ തന്നെയാണ്. ഇന്നലെ ഞാൻ ഒരെണ്ണിട്ടിരുന്നു, ഇന്നൊരെണ്ണം നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ളായിട്ട് ഞാൻ ക്ലാസ് എടുത്ത് തരികയാണ്. 50 മിനിറ്റാണ് നിങ്ങൾക്ക് വരുന്നത് സെക്കൻഡ് പേപ്പർ ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ചെയ്യണം കേട്ടോ, പ്രാക്ടിക്കൽ നന്നായിട്ട് ചെയ്യണം. ഓക്കെ, മിനിമൈസ് ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. കണ്ടോ, ഇതാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇതൊന്ന് മിനിമൈസ് ചെയ്യുന്നുണ്ട്. വേർഡ് എടുക്കുക, അതറിയാലോ, വേർഡ് കേട്ടോ, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ആണ്. ഓപ്പൺ ആക്കിയിടുക. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? ഇൻസെർട്ട് എടുക്കുക അല്ലേ. പേജ് ലേഔട്ട് എടുക്കുക. പേജ് ലേഔട്ടിൽ എന്താണ്? സൈസ് ക്ലിക്ക് ചെയ്യുക. സൈസ് എന്താണ്? സൈസ് പേപ്പറിൻ്റെ സൈസ് നിങ്ങൾ സെലക്ട് ചെയ്തിടണം. അതാണ് സൈസ്. A4 ആക്കിയിടുക. അപ്പോൾ ഇതെന്താണ്? A4 തന്നെയാണ് ആക്റ്റീവ് ആയിരിക്കുന്നത് അല്ലേ. A4 ആക്കിയിട്ടാൽ മതി. അതിനുശേഷം എന്ത് കൊടുക്കണം? ഹോമിലേക്ക് വരിക. ഹോം മെനു അല്ലേ. ഹോമിലേക്ക് വന്നിട്ട് ഈ ഭാഗത്തായിട്ട് എന്താണ്? പേജ് ബോർഡർ ചെയ്യണം. പേജ് ബോർഡർ എന്താണ്? ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചു തരാം. ഈ ഒരു സംഭവമില്ലേ, ഇതേപോലെ ഈ ഒരു ബോർഡർ കണ്ടോ, ഇതിനെയാണ് പേജ് ബോർഡർ എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു അറ്റത്ത് കൂടെ വരുന്നിട്ടില്ല ഒരു ലൈൻ, അതിനെയാണ് പേജ് ബോർഡർ എന്ന് പറയുന്നത്. പേജ് ബോർഡർ ആദ്യം എടുത്തിടുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ക്ലിക്ക് ചെയ്യുക അല്ലേ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം പേജ് ബോർഡർ ക്ലിക്ക് ചെയ്യുക. ബോർഡേഴ്സ് അല്ല, പേജ് ബോർഡർ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക അല്ലേ. എന്നിട്ട് സ്റ്റൈല് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്തായി? കണ്ടോ, ഇതൊരു പേജ് ബോർഡർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ A4 ഇടുന്നത് എവിടെയാണ്? പേജ് ലേഔട്ടിലും. അതുപോലെ തന്നെ ഹോം മെനു എടുത്തിട്ട് പേജ് ബോർഡർ നിങ്ങൾ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് നിന്ന് എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പാടുള്ളൂ? വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുന്നു. സൗത്ത് സെൻട്രൽ റെയിൽവേ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെറുതെ സാധാരണ ടൈപ്പ് ചെയ്യണ പോലെ അല്ല അവിടെ ചെയ്തിരിക്കുന്നത്. എന്താണ് എടുക്കേണ്ടത്? വേഡ് ആർട്ടിലാണ് ചെയ്തിരിക്കുന്നത്. വേഡ് ആർട്ട് ഏത് മെനുവിലാണ്? ഇൻസെർട്ട് മെനുവിലാണ് വേഡ് ആർട്ട് ഉള്ളത്. വേഡ് ആർട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റൈലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തെ സെലക്ട് ചെയ്തതിന് ശേഷം യുവർ ടെക്സ്റ്റ് ഹിയർ എന്നുള്ള സ്ഥാനത്ത് സൗത്ത് സെൻട്രൽ റെയിൽവേ എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാപിറ്റലാണ്. സൗത്ത് സെൻട്രൽ റെയിൽവേ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഓക്കെ കൊടുക്കുക. ഇവിടെ ഓക്കെ ഉണ്ട്, ഇവിടെ ഓക്കെ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കിയേ, സൗത്ത് സെൻട്രൽ റെയിൽവേ എന്ന് വന്നിട്ടുണ്ട് അല്ലേ. കണ്ടോ, ഈ ഒരു സംഭവമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇത് ലോക്കാണ്, ഇതൊന്നും മൂവ് ചെയ്യാനൊന്നും പറ്റില്ല, ലോക്കാണ്. ലോക്ക് വിടണമെങ്കിൽ എന്ത് ചെയ്യണം? പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്ഷൻസ് കാണില്ല. ജസ്റ്റ് ഒന്ന് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എവിടെ? ഈ സെൻട്രൽ റെയിൽവേ എന്നുള്ളത് നടുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ആയി. അതിനുശേഷം തൊട്ട് മുകളിലെ ഓപ്ഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇതിന് തൊട്ട് മുകളിലായിട്ട് ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് കാണും. കണ്ടോ, ടെക്സ്റ്റ് റാപ്പിംഗ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ബിഹൈൻഡ് ടെക്സ്റ്റോ ടൈറ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ബിഹൈൻഡ് ടെക്സ്റ്റാണ് ക്ലിക്ക് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ അതെന്താ? ഈ ലോക്ക് വിട്ടു. അപ്പോൾ നമ്മൾ സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഇങ്ങനെ ഇതുപോലെ തന്നെ ഡ്രാഗ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കണ്ടോ, ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഉണ്ട് കേട്ടോ, അത് ഞാൻ ലാസ്റ്റ് ഇടുള്ളൂ. കാരണം ഒരു എറർ മെസ്സേജും വരാതിരിക്കാനാണ് ഇങ്ങനെ ലൈൻ ഉള്ളത്. ഞാൻ ലാസ്റ്റ് ഇടുന്നത്, മറക്കാതെ ഇരുന്നാൽ മതി. ഓക്കെ, ഇവിടെയാണ് കേഴ്സർ ഇരിക്കുന്നത് അല്ലേ. ഒന്ന് എൻ്റർ ചെയ്താൽ മതി. എൻ്റർ ചെയ്യുമ്പോൾ താഴത്തോട്ട് ഈ സൗത്ത് സെൻട്രൽ റെയിൽവേ ഒക്കെ പോകുന്നതായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ മൂവ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി കേഴ്സർ ഇവിടെ വെക്കുക. കണ്ടോ, അപ്പോൾ കേഴ്സർ എവിടെയാണെന്ന് എപ്പോഴും നമുക്ക് നല്ല കൃത്യമായിട്ട് വെക്കണം എന്നുള്ളതാണ് അല്ലേ. കേഴ്സർ എവിടെയാണെന്ന് അറിയണം. ഇനി അടുത്തതായിട്ട് എന്താണ്? ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അടുത്തത് വരുന്നത്. കണ്ടോ, ഇതാണ് ടേബിൾ ക്രിയേഷൻ എന്ന് പറയുന്നത്. കേട്ടോ, ഇത്രയും ഭാഗം ഇന്നലെ ഞാൻ എടുത്തിരുന്നത് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ടേബിൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ടേബിൾ ഇതുപോലെ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കോളം വേണം, എത്ര റോ ആണെന്ന് പറയാം. 1 2 3 4 5 6 7 8 കോളംസ് ആയിട്ട് എടുക്കാം നമുക്ക്. അതുപോലെ തന്നെ റോയും നമുക്ക് എടുക്കാം 7 എണ്ണം. ഓക്കെ, ഇവിടെ കഴ്സർ വെച്ചതിന് ശേഷം ഇൻസെർട്ടിലേക്ക് വരിക, ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. 3 4 5 6 7 8 എട്ടെണ്ണം. റോ എത്ര വേണമെങ്കിലും എടുത്തോളൂ, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇതേപോലെ വരും. ഓക്കെ, ഞാൻ അപ്പോൾ സൂമിലിട്ട് ചെയ്യുന്നില്ല. സൂമിലിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം, നമുക്ക് സൂമിലിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു 200 ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് വലുതായി കാണുന്നതാണ് കേട്ടോ. ടേബിൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഫസ്റ്റത്തെ സെൽ എന്താണ് ടൈപ്പ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഏതാണ് ടൈപ്പ് ചെയ്യുന്നത്? ഇതേപോലെ കണ്ടോ, നീളത്തിൽ കിടക്കുന്നുണ്ട് സംഭവം.
ഈ ഒരു സംഭവമാണ് ഫസ്റ്റ് സെല്ലിൽ ചെയ്യേണ്ടത്. അപ്പം ഞാൻ നേരെ അടിച്ച് പോകും കേട്ടോ. അതിനുശേഷം എന്താണ് ചെയ്യുന്നത് പറഞ്ഞുതരാം. കണ്ടോ, ഇത് ഞാൻ സ്പീഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൈപ്പ് ചെയ്യുന്നൊന്നും കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞ കാര്യമില്ല. ഹയർ എക്സാം 23-ാം തീയതിയാണ്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ചും കൂടിയും കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഒറ്റ സെല്ലിലാണ് ഇതും ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത്രയും ഭാഗം ഇവിടെ നിന്ന് ഈ ഫസ്റ്റത്തെ സെല്ലിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഇത്രയും ഭാഗം ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഫസ്റ്റ് സെല്ലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് ഒരു 100-ൽ ഇടുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവില്ല കേട്ടോ. ഈ ഫസ്റ്റത്തെ കോളം മാത്രം ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ. അതിനുശേഷം ഇതിനുള്ളിൽ കഴ്സർ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുത്തു, മെർജ് സെല്ല് കൊടുത്തു. മെർജ് സെല്ലായില്ലേ. ഇനി ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്പം തന്നെ ചെയ്യുക. എന്ത് കൊടുക്കണം, ടെക്സ്റ്റ് ഡയറക്ഷൻ കൊടുത്തിട്ട് ഈ ഒരു സംഭവമാണ് ഫസ്റ്റത്തെ കേട്ടോ. ഫസ്റ്റത്തെ ഈ ഒരു വെർട്ടിക്കലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ കൊടുക്കുക കണ്ടോ. അപ്പോൾ ഇങ്ങനെ വന്നു കണ്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ഒരു പെൻസിൽ, ഈ റൂളർ കണ്ടോ, ഈ ഭാഗത്ത് വെർട്ടിക്കൽ റൂളർ, അതിൻ്റെ അവിടെ വെച്ചതിന് ശേഷം എന്ത് കൊടുക്കുക, വേണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് കേട്ടോ, ഇതേപോലെ ഡ്രാഗ് ചെയ്യാൻ പറ്റും കണ്ടോ. ഇതേപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വരും കണ്ടോ. ഹൈറ്റ് കൂട്ടിയതാണ് കോളത്തിൻ്റെ, കോളത്തിൻ്റെ തന്നെ ഹൈറ്റ് കൂട്ടി. ഓക്കെ കണ്ടോ. അപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതേപോലെയാണ് നമ്മൾ ഡ്രാഗ് ചെയ്ത് വയ്ക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മെർജ് ചെയ്തു. നെക്സ്റ്റ് പിന്നെ എന്താണ്, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഡയറക്ഷൻ എടുത്തിട്ട് ഏത് ഡയറക്ഷൻ വെച്ചാൽ കൊടുക്കുക. എന്നിട്ട് എന്താ കൊടുത്തത്, ഈ ഭാഗമായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ അല്ലേ. വെർട്ടിക്കലിൻ്റെ റൂളറിനെ ഇവിടെ വെച്ചിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ട്, അതെന്താണ് ഈ ഭാഗത്ത് വെക്കുന്നത്, ഈ ഒരു ലൈൻ കണ്ടോ, അതിന് നേരെയുള്ള അഡ്ജസ്റ്റ് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സെൽ ഏതാണ്, ഇത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കുക. ഈ ഒരു റോയാണ് ചെയ്യുന്നത് കണ്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, ഈ ഒരു റോ ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റത്തെ സെല്ലിൽ സീരിയൽ നമ്പറാണ്. ഓക്കെ, അടുത്തത് ഏതാണ്, അടുത്ത കോളത്തിൽ അപ്ലിക്കേഷൻ അല്ല, അപ്രോക്സിമ അല്ലേ. അപ്രോക്സിമ ടു ക്യാഷ് വാല്യൂ ഇൻ ലാക്സ് ഓഫ് ബ്രാക്കറ്റിൽ റുപ്പീസ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ കൊടുക്കണം കേട്ടോ. സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ കൊടുക്കണം, മറക്കല്ലേ. ഇനി അടുത്ത സെല്ലിലേക്ക് പോയി. ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് കൊടുത്തു. നെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ റുപ്പീസ്. അടുത്ത സെല്ലിലേക്ക് പോയി. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, അടുത്തത് കേട്ടോ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ടെൻഡർ ഫോം. അടുത്ത സെല്ലിലേക്ക് ടാബ് അടിച്ചിട്ട് പോയി. കോസ്റ്റ് ഓഫ് ടെൻഡർ ഫോം ബ്രാക്കറ്റിൽ റുപ്പീസ് ഇട്ടു, ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും നീളത്തിൽ ഞാൻ ഇത് കണ്ടോ, ഈ ഒരു സംഭവം ടെക്സ്റ്റ് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് വെർട്ടിക്കലായിട്ട്. അത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അടുത്ത വേറെ ഈ ഒരു സെല്ലിൽ കേട്ടോ, ഈ ഒരു സെല്ലിൽ വരുന്നത് എന്ത് കൊടുക്കണം, ഒരു ഭാഗം കൂടി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്യുക. ഏതാണ് ടൈപ്പ് ചെയ്യുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണിച്ചു തരാം. ഈ ഭാഗം കേട്ടോ, ഈ ഒരു സെല്ലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സെല്ല് എന്ത് കൊടുക്കണം, ഈ ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്യാം. ഇതേപോലെ ഇത്തിരി
സ്പീഡിൽ ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് കഴിയുള്ളൂ. ഓക്കെ, ഇനി ഒരു കോളം എക്സ്ട്രാ വന്നിട്ടുണ്ടല്ലേ, അതോടെ കിടക്കട്ടെ കേട്ടോ, നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആക്കാം. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. എന്ത് കൊടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുക അല്ലേ, സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കുക, സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ഈ ബ്ലാക്കിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം കേട്ടോ. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കോളംസ് കൊടുക്കുക. അപ്പോൾ ആ കോളംസ് പോയി. ഓക്കെ, നോക്കുക, ഈ ഒരു ലാസ്റ്റത്തെ ഇത് എന്താണ് വെർട്ടിക്കലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോളം സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കണം, മെർജും കൊടുക്കണം അല്ലേ. മെർജ് കൊടുക്കുന്നത് മനസ്സിലായില്ലേ, ഈ ഒരു സെല്ലാണ് ഞാൻ ചെയ്യുന്നത്, കോളംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് അതിനുള്ളിൽ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ടെക്സ്റ്റ് ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്ത് കൊടുക്കുക, ഈ ഒരു ഫസ്റ്റത്തെ ടെക്സ്റ്റാണ്, ഇതേ ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്ത് വന്നു, ഇങ്ങനെ വന്നു. ഇനി ഇതിനുള്ളിൽ വെച്ച് തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മെർജ് കൊടുക്കുക. കണ്ടോ, അപ്പോൾ എന്ത് വന്നു, മെർജ് കൊടുത്തപ്പോൾ ഇതുപോലെ വന്നു അല്ലേ, ഇതേപോലെ. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്തായാലും നമുക്കൊന്ന് കുറച്ചിടാം. അതുപോലെ തന്നെ സെൻറ്റർ ആയിക്കോട്ടെ. സെൻറ്ററിന് എന്താണ്, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് Ctrl E കൊടുത്തോളൂ. അപ്പോൾ അത് സെൻറ്ററായി. ഓക്കെ, ഇത്രയ്ക്ക് മനസ്സിലായല്ലോ. ഈ ടേബിളിൻ്റെ ഈ ഭാഗത്തായിട്ടേ കോർണറിലായിട്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ 2 ഏര വരും. കുറച്ച് അങ്ങോട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാവുന്ന, ഇത്തിരി കൂടി ഭംഗി കിട്ടും. ഇനി ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റോ ഇല്ലേ, ഈ റോ നമ്മുടെ ടൈറ്റിലാണല്ലോ ഇത്. ഈ ടൈറ്റിൽ ടെക്സ്റ്റ് ഡയറക്ഷൻ കൊടുത്തിട്ടില്ലേ നമ്മൾ അല്ലേ, വെർട്ടിക്കലായിട്ട് എല്ലാം കൊടുത്തിരിക്കുന്നത്, ഹൊറിസോണ്ടലായിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. സെലക്ട് ചെയ്യാം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് ഡയറക്ഷൻ കൊടുക്കുക, ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് തോന്നുന്നു, കണ്ട ഇതേപോലെ വന്നു. ഇനി മൊത്തം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെൽ അലൈൻമെൻറ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഈ സെൻറ്റർ കൊടുക്കുക. അതെന്തിനാണ് ആ സെൻറ്റർ കൊടുത്തത്, സെല്ലിൻ്റെ സെൻറ്റർ വരാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, നല്ല ഭംഗി വരാൻ വേണ്ടിയിട്ട്. ഇത്രയ്ക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു സീരിയൽ നമ്പർ തൊട്ടടിയിലേക്ക് വന്നതിന് ശേഷം 10, 11, 12, 13 കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഈ അടുത്ത സെല്ലിൽ എന്ത് കൊടുത്തു, 65.45 അല്ലെങ്കിൽ 52. ഇഷ്ടമുള്ളൊരു ഫിഗർ ഞാൻ കൊടുക്കുന്നുണ്ട്. 25.2, 28.00 കൊടുത്തു. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് കേട്ടോ, ഏതാണ്, ഈ ഒരു ഭാഗത്തായിട്ട് ഡേറ്റ് ആണ് 18, ഏത് വർഷം ആയിക്കോട്ടെ, എനിക്കിഷ്ടമുള്ളൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത സെല്ലിൽ എന്താണ്, വേറെ കൊടുത്തു. നെക്സ്റ്റ് അടുത്ത സെല്ലിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. എന്ത് ചെയ്യണം, ഈ ഒരു ടൈറ്റിൽ അല്ലേ, ടൈറ്റിലിനെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ടെക്സ്റ്റ് ഡയറക്ഷൻ എടുത്ത് മാറ്റി അല്ലേ, ഇതുപോലെ ചെയ്തു. നെക്സ്റ്റ് എന്ത് കൊടുത്തു, ഇതുപോലെ ഫിഗറുകളൊക്കെ കൊടുത്തതിന് ശേഷം, ഫിഗറുകൾ ഞാൻ കൊടുത്തത് സാധാരണ ഇങ്ങനെ ഫിഗർ കൊടുത്തതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക കേട്ടോ, ഇവിടെ ഈ കോളത്തിലൊക്കെ ഫിഗർ ഉണ്ട് അല്ലേ. ഇനി അതിനുള്ളിൽ വേറെ ഒരു കാര്യം കൊണ്ട് സൗത്ത് എന്ന് പറഞ്ഞിട്ട് വരച്ചിട്ടുണ്ടല്ലേ, ഇത്രയും ഭാഗം വരച്ചിട്ടില്ലേ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ നോക്കാം. ഇനി എന്ത് കൊടുക്കണം, ഇവിടെയും കൂടി ഫിഗർ കൊടുക്കണം കേട്ടോ, ഇവിടെയും കൂടി കൊടുത്തു. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഈ ഭാഗത്തായിട്ട് കേട്ടോ, ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കും. എങ്ങനെ കൊടുക്കണം ടെക്സ്റ്റ് ബോക്സ്, നേരത്തെ കണ്ടില്ലേ ടെക്സ്റ്റ് ബോക്സ് വന്നത്, ഇതേപോലെ കേട്ടോ, ഇതേപോലെ ചെറിയൊരു കട്ട. നെക്സ്റ്റ് എന്ത് കൊടുക്കുക, മിനിമൈസ് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് കൊടുക്കുക, ഷേപ്സ് കൊടുക്കുക. ഇവിടെ റെക്റ്റാങ്കിൾ കണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കുക, ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതേപോലെ. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വന്നു. ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് കൊടുക്കുക. അപ്പോൾ എന്ത് തോന്നുന്നു, സൗത്ത് എന്ന് ടൈപ്പ് ചെയ്തു. നെക്സ്റ്റ് Ctrl E കൊടുക്കുക. ഇത് മനസ്സിലായല്ലോ. ഇനി ഈ ഒരു ഡേറ്റ് കാണുന്നില്ല അല്ലേ, ഇവിടുത്തെ ഫിഗറും കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ കോളത്തിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. മൂവ് ടേബിൾ കോളം, ഈ ഒരു റൂളറിൻ്റെ അവിടെ കേട്ടോ, റൂളറിൻ്റെ അവിടെ വെച്ചതിന് ശേഷം ഏത് കോളംസ് ആണ് ഡ്രാഗ് ചെയ്യേണ്ടതെന്ന് മൂവ് ചെയ്യും. കണ്ടോ, മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നില്ലേ. ഇനി ഈ ബോക്സ് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈനിൻ്റെ അവിടെ വെച്ചിട്ട്, ഈ ലൈനിൻ്റെ അത് ഇവിടുത്തെ ലൈനിൻ്റെ അവിടെ വെച്ചിട്ട് മാത്രം ഡ്രാഗ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഒരു എന്ത് വന്നു, ഒരു റെക്റ്റാങ്കിൾ വന്നില്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഏത് വരയ്ക്കുന്നത്, ഈ ഒരു സംഭവത്തിനെ വരയ്ക്കുന്നത്. ക്ലിയർ ആയല്ലോ.
അതും ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഇവിടെ ഈ ഒരു റോയിൽ ടൈപ്പ് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട്. അതേതാണ്, ഇത് കേട്ടോ. ഈ ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണത്. ഇങ്ങനെ നോക്കുക. അറ്റ് ലീസ്റ്റ് വൺ സിമിലർ സിംഗിൾ വർക്ക് കോമ ഫോർ എ മിനിമം വാല്യൂ ഓഫ് 7% ഓഫ് ദി അഡ്വർടൈസ്മെന്റ്. എന്തായിക്കോട്ടെ, ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളൂ. ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. കണ്ടോ, ടൈപ്പ് ചെയ്തിട്ട് ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ഇതിൻ്റെ ബ്ലാക്കിൻ്റെ അവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം, മെർജ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നേരെയായിട്ട് വരും കേട്ടോ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ സെൻറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെൽ അലൈൻമെൻറ്റിൽ സെൻറ്റർ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കേട്ടോ ഈ ഒരു കോർണറിൽ വെച്ചിട്ട് ഈ ടേബിളിൻ്റെ കോർണർ വെച്ച് 2 ഏര വരും കണ്ടോ. ഈ ഭാഗത്ത് പോയിന്റിൽ കൊണ്ടുവയ്ക്കുമ്പോൾ തരാം കണ്ടോ. ഇത് ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ കുറച്ച് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. ഇനി ഇവിടെ വെച്ചിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഇതാക്കി വയ്ക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഇനി പുറത്ത് വരും. ഇങ്ങനെയാണ് എന്ത് ഒരു ടേബിൾ ഇതുപോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ടൈപ്പ് ചെയ്തു, അതിന് ടെക്സ്റ്റ് ഡയറക്ഷൻ എടുത്തു, മെർജ് കൊടുത്തു. ഇവിടെ ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തു, അതിനെ നമ്മൾ ടെക്സ്റ്റ് ഡയറക്ഷൻ എടുത്തു, എന്ത് കൊടുത്തു, മെർജ് ചെയ്തു. മെർജ് ചെയ്തില്ല, ടെക്സ്റ്റ് ഡയറക്ഷൻ മാത്രം ടൈറ്റിലിന് കൊടുത്തുള്ളൂ. ഇതിനെ മെർജ് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗത്തിന് കേട്ടോ. ഈ ഒരു സെല്ലിനെ മെർജ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. ഇനി അടിയിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഏത് ഈ ഒരു ടേബിളിൻ്റെ പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടൊരു ഇങ്ങനെ ഒരു പാരഗ്രാഫായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ അറിയാലോ, ഒന്നും കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ 3 കോളംസ് ആണ് ഇനി ചെയ്യുന്നത് കേട്ടോ. 3 കോളംസ് ചെയ്യുമ്പോൾ അടുത്തതായിട്ട് എന്താണ്, ഇതിന് തൊട്ടടിയിലേക്ക് കഴ്സർ വെക്കുക. ഒരു പാരഗ്രാഫ് പോലെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ. എങ്ങനെ, ഇത് കണ്ടോ, ഇത് പാരഗ്രാഫ് ടൈപ്പ് ചെയ്യണമെന്ന് ഞാൻ ചെയ്യുന്നില്ല. ഈ ഒരു 3 കോളം എങ്ങനെയാണ് വരുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, എനി documentary proof of satisfaction of eligibility criteria should be furnished along ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ജെ കൊടുക്കുക. എന്താ കൺട്രോൾ ജെ കൊടുക്കുന്ന, ഇവിടെ ഈ റൈറ്റ് അലൈൻ മാത്രം കറക്റ്റായിട്ട് വെക്കാനായിട്ട്, റൈറ്റ് അലൈൻ കറക്റ്റായിട്ട് വെക്കാനായിട്ട്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് എൻ്റർ ചെയ്യുക. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ 3 കോളംസ് ആയിട്ട് ഇതിൽ കറക്റ്റായിട്ട് വരും. ഇനി എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തതിന് ശേഷം പേജ് ലേഔട്ടിൽ വന്നിട്ട് കോളംസ് ക്ലിക്ക് ചെയ്തിട്ട് 3 കോളംസ് ആക്കുക. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നത്. നമ്മളവിടെ എൻ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 കോളായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി എന്ത് ചെയ്യണം, മൊത്തം സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഇൻസെർട്ട് എടുക്കുക. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡ്രോപ്പ് ക്യാപ്പാണ്. എന്താണ് ഡ്രോപ്പ് ക്യാപ്പ്, ഫസ്റ്റത്തെ അക്ഷരം മാത്രം ക്യാപിറ്റലാവും. വലിയ ക്യാപിറ്റൽ അല്ല, സോറി, ഫസ്റ്റത്തെ അക്ഷരം കുറച്ച് കയറി ഇറങ്ങി നിൽക്കും. നമുക്ക് നോക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇതെടുക്കുക. ഡ്രോപ്പ് ക്യാപ്പിൽ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കി കേട്ടോ, ഇതേപോലെ വരാനാണ് ഡ്രോപ്പ് ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, സെലക്ട് ചെയ്യുക, അതെടുക്കുക കേട്ടോ. നെക്സ്റ്റ് എന്ത് കൊടുക്കുക, ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു പിക്ചർ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് മൂന്നാമത്തെ അതെന്ത് കൊടുക്കണം, ഇൻസെർട്ടിൽ ക്ലിപ്പ് ആർട്ട് കൊടുക്കുക. ക്ലിപ്പ് ആർട്ടിൽ എന്ത് ചെയ്യണം, ഇവിടെ കണ്ട ഓർഗനൈസ് ക്ലിപ്സ് കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഓഫീസ് കളക്ഷൻസ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിലാണ് കുറച്ച് പിക്ചേഴ്സ് ഉള്ളത്. ഈ ഒരു അഗ്രികൾച്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ്, ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു പിക്ചർ നമുക്കിങ്ങനെ അടിയിലേക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ അത് വന്നു അല്ലേ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചിടുക. ഇതേപോലെ കുറച്ച് കൊണ്ടുവരാം. കണ്ട, ഇതേപോലെ ചെറുതാക്കി കൊണ്ടുവരാം കേട്ടോ. ചെറുതാക്കി കൊണ്ടുവന്നതിന് ശേഷം ഇതിങ്ങനെ മൂവ് ചെയ്ത് വെക്കാം. മൂവ് ചെയ്യണമെങ്കിൽ ലോക്കായിരിക്കും ചിലത്. അപ്പോൾ എന്ത് ചെയ്യണം, ഡബിൾ ക്ലിക്ക് ചെയ്യാം.
ഈ പിക്ചറിൻ്റെ ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ടെക്സ്റ്റ് റാപ്പിംഗ് എടുത്തിട്ട് ബിഹൈൻഡ് ടെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്യണം, ടൈറ്റും കൂടി കൊടുത്തോളൂ, കുഴപ്പമില്ല. രണ്ടും കൂടി കൊടുത്തതിന് ശേഷം എന്ത് കൊടുക്കുക, ഇവിടെ ഇങ്ങോട്ട് വെക്കുക. കേട്ടോ, രണ്ടും കൂടി കൊടുത്താൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്നു. ഇനി അടുത്തതായിട്ട് എന്ത് കൊടുക്കണം, ഇതേപോലെ വന്നിട്ടുണ്ട്. ഏതുപോലെ കണ്ടോ, ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഈ ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്തിട്ട് ബുള്ളറ്റ്സ് കൊടുക്കാനാണ് പറയുന്നത്. അതെല്ലാവർക്കും അറിയാം, ഞാൻ അതിനായിട്ട് നേരം കളയുന്നില്ല. ഇനി ബുള്ളറ്റ്സ് വേർഡ് എടുത്തു. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഷേപ്സിൽ നിന്ന് 2 പിക്ചർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് വരയ്ക്കാം. ഇൻസെർട്ട് എടുക്കുക, ഷേപ്സ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഈ ഒരു സ്റ്റാർ ക്ലിക്ക് ചെയ്തു. എന്ത് കൊടുക്കണം, ഈ ഭാഗത്തായിട്ടൊരു വരച്ചു. കണ്ടോ, ഇനി വീണ്ടും ഇൻസെർട്ട് എടുക്കുക, ഷേപ്സ് എടുക്കുക, ഈ ഒരു സംഭവം എടുത്തു. അപ്പോൾ എന്ത് ചെയ്യണം, വേറൊരു പിക്ചർ ഇൻസെർട്ട്. ഇനി ഈ ഷേപ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് കൊടുക്കുക. എന്ത് കൊടുക്കണം, എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിനെയും അങ്ങനെ ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കൊടുക്കുക, ഇങ്ങനെയും ടൈപ്പ് ചെയ്യാം. സിമ്പിൾസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഏതെങ്കിലും സിമ്പിൾസ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത്രയ്ക്കും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫൈനൽ ആയിട്ടുണ്ട്. എന്ത് കൊടുക്കണം, ഇവിടെ ഒരു ലൈൻ ഉണ്ട് അല്ലേ, ഇവിടെ ലൈൻ ഇല്ലേ, ഇപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എൻ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടി താന്നോളും. ഇവിടെ ഒരു ലൈൻ ഉണ്ട് അല്ലേ, ലൈൻ മറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസെർട്ട് എടുക്കുക, ഷേപ്സ് എടുക്കുക. ഓക്കെ, ഒരു ലൈൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഇവിടെ വെച്ചിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക. ഇത്രയ്ക്ക് മനസ്സിലായോ? ഇത്രയും മതി. വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് പ്രിവ്യൂ ഒന്ന് എടുത്ത് നോക്കുക. കണ്ടോ, നല്ല ഭംഗിയിൽ ഇതുപോലെ വരുന്നതായിരിക്കും. ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇതിനൊക്കെ ഒന്ന് എൻ്റർ ചെയ്യാൻ പറ്റും കേട്ടോ. എൻ്റർ ചെയ്യാം. ഈ ഒരു ഷേപ്സിനെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ലൈനിൻ്റെ അവിടെ വെച്ച് മാത്രം നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിക്ചേഴ്സിനെ ഇവിടെ ഈ ലൈനിൻ്റെ അവിടെ വെച്ച് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. സ്ലോവിൽ തന്നെ പോയിട്ടുള്ളൂ. വളരെ സ്ലോവിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സമയം പോകും. നമുക്ക് ചെയ്യുമ്പോൾ ഇത്ര സമയമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഇതിൽ പോയത്. ഓക്കെ.